വഖഫ് ബിൽ അവതരണത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധിയെ കാണാനേ ഇല്ല. നിർത്തണം. ആര് പറഞ്ഞു ഗാന്ധിയാണ് അവരെന്ന്? അവരുടെ ഭർത്താവിൻ്റെ പേരെന്താ? റോബർട്ട് വധര എന്നല്ലേ? പിന്നെ എവിടെ നിന്നാണ് ഈ ഗാന്ധി വന്നത്? യു സ്റ്റാൻഡ് കറക്റ്റഡ്. യു മേ സ്റ്റാർട്ട് അഗെയിൻ. ഞാൻ പറഞ്ഞു വന്നത്, പൊതുവെ വിളിക്കുന്നത് ഇവരൊക്കെ ഗാന്ധി കുടുംബമാണെന്നാണല്ലോ. ഗണ്ഡി എന്നാണ്, ഗാന്ധി എന്നല്ല. പിന്നീട് ഗണ്ഡി എന്നാണ്. പിന്നീട് അവരെന്നെ ഗാന്ധിയാക്കി. ആക്കി. അപ്പൊ നമ്മളും അതങ്ങ് വിളിച്ചു തുടങ്ങി, പ്രിയങ്ക റോബർട്ട് വാദ്ര. അപ്പോ പ്രിയങ്ക റോബർട്ട് വാദ്രയെ കാണാനില്ല. എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയത്തുമില്ല. കേന്ദ്രത്തെ ഭയന്നാണോ അതോ വഖഫ് ബില്ലിനെ ഭയന്നാണോ, ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രിയങ്ക വാദ്ര ഇപ്പൊ എവിടെയുണ്ട്? ആർക്കെങ്കിലും അറിയാം? അവര് അമേരിക്കയിലേക്ക് പോയി എന്ന് പറയുന്നു. അമേരിക്കയിൽ പോയത് അവര് സർജറി ചെയ്യാനാണ് പോയത്. അതായത് ഒരു അടുത്ത ബന്ധുവിൻ്റെ സർജറിയിൽ കഴിയുന്ന ബന്ധുവിനെ കാണാൻ. അത് അന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ പോയാൽ കുഴപ്പമുണ്ടോ? പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിൽ പോയാൽ ഉണ്ടോ? അവരാണോ ഫോസപ്സും അതും ഇതൊക്കെ എടുത്ത് കൊടുക്കേണ്ടത് ഡോക്ടറിൻ്റെ കയ്യിലേക്ക്? ഇത് NICUവിൽ കിടന്ന് ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ വൈകിയതിന് ആ പേഷ്യൻറ്റിന് ഒന്നും സംഭവിക്കില്ല. അവരെല്ലാം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അവിടെ ചെന്ന് നിൽക്കാൻ. എവിടെ പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഈ ബന്ധു ആരാണെന്നറിയാമോ? അടുത്ത ബന്ധു അത് സോണിയാഗാന്ധിയുടെ ബന്ധുവാണോ? സോറി, ഞാൻ തന്നെ തെറ്റിച്ചു. സോണിയ ഗാന്ധിയുടെ ബന്ധുവാണോ? രാജീവ് ഗാന്ധിയുടെ ബന്ധുവാണോ? അല്ലെങ്കിൽ വാദ്രയുടെ ബന്ധുവാണോ? ഒന്നും നമുക്കറിയില്ല. ഒരു ബന്ധു. അത് നമ്മൾ വെള്ളം തൊടാണ്ട് അങ്ങോട്ട് വിഴുങ്ങി. എന്താണ് ഈ വയനാട്ടിലെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കേരളത്തിലെ 2 മൈനോറിറ്റിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ 2 മൈനോറിറ്റിയെയും അഫക്റ്റ് ചെയ്യുന്നൊരു ബില്ല് സഭയിൽ പാസ്സാകാൻ വരുമ്പോൾ, സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ നിന്നുള്ള MP എന്നുള്ള നിലയിൽ പ്രിയങ്ക മുൻനിരയിൽ ഇരിക്കേണ്ടതാണ്. ശരിയാണോ? ഇപ്പോൾ ഏറ്റവും കുറവ് അഫക്റ്റഡ് ആകുന്നത് കേരളമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ വഖഫ് ബില്ലിൽ കൂടുതൽ നോർത്ത് ഇന്ത്യയിലേക്കാണ് കിടക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഒരാളെന്ന നിലയിൽ സ്വന്തം സഹോദരൻ അവിടെ MP ആണ്, അമ്മ അവിടെ MP ആയിരുന്നു, മുത്തശ്ശി അവിടെ നിന്ന് MP ആയിരുന്നു, മുത്തശ്ശൻ MP ആയിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വയനാട്ടിലെ MP എന്ന് പോകട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് വായ തുറക്കണോ? മറ്റേ രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള MP-മാർ കാണിച്ച ആർജവം പോലും ഇവർ കാണിച്ച ആർജവം എന്ന് പറഞ്ഞാൽ അവരതിനു വേണ്ടി ശക്തമായി പറഞ്ഞത്. ഇങ്ങേര് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. ആ സീറ്റിനോടൊരു മാന്യത കാണിക്കണ്ടേ? ഇത്രയും വലിയ ഒരു നിയമമെന്ന് ഇവർ പറയുന്ന ഒരു നിയമം അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒരക്ഷരം അദ്ദേഹത്തിൻ്റെ വായിന്ന് വീഴണ്ടേ? അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടോ? ഇവർ പറയുന്നുണ്ട് പ്രിയങ്ക എഴുതി കൊടുത്തു എന്താണ് സ്പീക്കർക്ക് അവർ ലീവാണെന്ന്. ആ ലീവ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഞാനും ലീവ് എഴുതി കൊടുത്തിട്ട് പല സ്ഥലത്തും പോകാറുണ്ട് ആവശ്യത്തിന്. പക്ഷെ ഇങ്ങനെയുള്ളൊരു സമയത്ത് പോവില്ല. ഇങ്ങനൊരു ബില്ലിന് വരില്ല. ജനങ്ങളുടെ മുമ്പിലേക്ക് ഇനി എന്ത് മുഖത്തോടു കൂടിയാണ് പ്രിയങ്കയ്ക്ക് വരാൻ പറ്റുക? ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ലല്ലോ. ഇനി അദ്ദേഹത്തിന് അടുത്ത ബന്ധുവിന് അടുത്ത ഓപ്പറേഷനും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇതൊക്കെ ആൾക്കാർ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവിടുന്ന് ഓടി വരുന്നു, ഇവിടെ വന്ന് എന്താണ് ഒപ്പിട്ട് MLA MP ആകുന്നു, തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. ഏത് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ഇത്രയും ജനങ്ങളുള്ള കേരളത്തിൽ ഒരു MP ആവാൻ വയനാട് നിന്ന് ഒരാളെ കേരളത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടത്? വടക്കു നോക്കി യന്ത്രം നമ്മൾ എപ്പോഴും പറയും. ഇനിയിപ്പോൾ 20 സീറ്റിലും വടക്കു നോക്കികൾ വരുമോ? വടക്കുന്നുള്ള ആൾക്കാർ വരുമോ? അവിടെ കോൺഗ്രസ്സിന് നഷ്ടപ്പെടുകയാണ്. അവിടെ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ ധാരാളം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അവിടെയുള്ള ജനങ്ങൾക്ക് എന്തുകൊണ്ട് കോൺഗ്രസ്സിനെ വെറുക്കുന്നു എന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പറയുന്ന കാര്യം ഒന്ന്, ചെയ്യുന്ന കാര്യം ഒന്ന്. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് അഭിനയിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ സ്വന്തം നിലനിൽപ്പ് മാത്രമാണ് മുഖ്യമായിട്ടിരിക്കുന്നത്. ഇവിടുന്ന് രാഹുൽ ഗാന്ധി അങ്ങ് കാശ്മീർ വരെ നടന്നു. എന്തുണ്ടായി? ചേട്ടനും അനിയത്തിയും കൂടെ സ്നോ എറിഞ്ഞ് കളിച്ചു. എന്തുണ്ടായി? ഭാരതത്തിന് അതാണോ വേണ്ടത്? ഭാരതത്തിന് വേണ്ടത് വികസിത ഭാരതമാണ്. ജനങ്ങൾ ഒത്തുചേർന്ന് കൈകോർത്ത് നിന്ന് നമ്മളുടെ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോയാണ് വേണ്ടത്. ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ, എൻ്റെ വീടിന് തൊട്ടടുത്താണ് ചെങ്കൻ വിസൈഡ്. ഇത് രാവിലെ വരും ക്യൂ. അച്ഛനും അമ്മയും കുട്ടികളും എന്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നു കേരളത്തിൽ നിന്ന്? അതെന്തുകൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അഡ്രസ്സ് ചെയ്യുന്നില്ല? ഇവിടെ എത്രയോ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായതായിരുന്നു കേരളത്തിൽ.
എൻ്റെ അച്ഛൻ 70ഓളം വ്യവസായ സ്ഥാപനങ്ങളുടെ യൂണിയൻ പ്രസിഡൻ്റായിരുന്നു ഈ ചെറിയ ലൊക്കാലിറ്റിയിൽ തന്നെ. അതൊക്കെ ഇപ്പോൾ എവിടെ പോയി? എല്ലാം ഈ ചുമന്ന കൊടിയുടെ ഇതിൽ നമുക്ക് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ സംസാരിച്ച് വന്നത് വഖഫിനെ കുറിച്ചാണ്. വഖഫ് ബില്ല് എന്തായിക്കോട്ടെ, ആരുടെ നന്മയ്ക്ക് വേണ്ടി ആയിക്കോട്ടെ, അതല്ല പ്രശ്നം. ആ സമയത്ത് ഈ 2 പ്രമുഖ ഗണ്ഡി വ്യക്തികൾ, പ്രിയങ്ക ഗണ്ഡി വധേരയും രാഹുൽ ഗണ്ഡിയും എവിടെ പോയി? അവിടെ ഇരുന്ന് പാർലമെൻറ്റിലിരുന്ന് ഈ ബില്ലിൻ്റെ കാര്യങ്ങൾ ഇഴ കീറായിട്ട് പരിശോധിക്കേണ്ട ഇവർ എവിടെ പോയി? ഇവരല്ലേ എന്ത് തീരുമാനം നമ്മൾ എടുക്കണമെന്ന് കൂടെയുള്ള എം പിമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്? എന്തെങ്കിലും രാഹുൽ ചെയ്യുന്നത് നമ്മൾ കണ്ടോ? താൻ സംസാരിക്കുമോ? നമ്മളുടെ ഇവിടെ പാർലമെൻ്ററി പാർട്ടിയിൽ BJP എഴുതി തരും ആരെത്ര മിനിറ്റ് എങ്ങനെ സംസാരിക്കുമെന്ന് എഴുതി തരും. ഇത്രയും വലിയൊരു സഭ നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് അങ്ങനെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടോ? നിങ്ങൾ സംസാരിക്കൂ, വേണുഗോപാൽ സംസാരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ സംസാരിക്കും, നിങ്ങൾ സംസാരിക്കൂ. ഈ രാജ്യത്തുള്ള 36 സംസ്ഥാനത്തെയും MP-മാരുടെ ഓരോരുത്തരെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലും പറയണ്ടേ? നഷ്ടപ്പെട്ടു പോയി കോൺഗ്രസിൻ്റെ പ്രസക്തി. അവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക, കുറച്ച് കാശുണ്ടാക്കുക. ഒരു മികച്ച പ്രതിപക്ഷ നേതാവാകാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് ഇവർ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്നത്? ആര് പറയുന്നു? കോൺഗ്രസ്സുകാർ ആരും പറയുന്നില്ല. യഥാർത്ഥ കോൺഗ്രസ്സുകാർ പറയുന്നില്ല. ഇവരുടെ ഉപജാപക വൃന്ദം, ഇവരെ താങ്ങി നിർത്തിക്കൊണ്ടെന്ന് ഇവർക്ക് വേണ്ടി കൊട്ടുപാട്ടും നടത്തുന്ന ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ. വേറൊരു കോൺഗ്രസ്സുകാരനും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും അതിനുള്ള ഒരു ആത്മധൈര്യമോ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പക്വതയോ ആയിട്ടുണ്ടെന്ന് ആരും കരുതുന്നില്ല. ഈവൻ നമ്മുടെ ശശി തരൂർജി പോലും എന്തുകൊണ്ട് ഇവരതും ഇതൊക്കെ പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നു? വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള ആരും തന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ രാഷ്ട്രീയ തൊഴിലാളികളുണ്ട്, അവർക്കിനി ഇതിൽ നിന്ന് മാറാൻ പറ്റില്ലല്ലോ. അവർക്ക് വേറൊരു തൊഴിൽ അറിയില്ല. അതുകൊണ്ട് അവർക്ക് ഇതിൽ നിന്നേ പറ്റുള്ളൂ. പുതിയതായിട്ട് ആര് വരുന്നു? ഏതെങ്കിലും ഒരു തലയെടുപ്പുള്ള നേതാവ് വരുന്നുണ്ടോ? തലയെടുപ്പുള്ള നമുക്ക് എത്ര പേരെ പറയാൻ പറ്റും? ഇപ്പോൾ BJP-യിലാണെങ്കിൽ നമ്മൾ പറയും തേജസ്വി സൂര്യയ്ക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയാവാം, അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രിയാവാം, യോഗി ആദിത്യനാഥിനാവാം, അമിത്ഷായ്ക്ക്. ഇതുപോലെ ഇവിടെ എത്ര പേരുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക്. ഒരൊറ്റയാൾ, അതും ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് അല്ലേ? അതിൻ്റെ കയ്യിൽ നിന്ന് ക്രച്ചസിൽ നിന്ന് മാറിയാൽ മാത്രമേ ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വികസനം ഇന്ത്യക്ക് കോൺഗ്രസ്സിന് ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യക്കല്ല, കോൺഗ്രസ്സിന് ഉണ്ടാവുകയുള്ളൂ. ഇവരുടെ ക്ലച്ചസിൽ നിന്ന് മാറണം. പ്രിയങ്ക നാട്ടുകാരോട് വന്ന് നിന്ന് പറയണം, ഞാൻ എവിടെ പോയി, എന്തിനു പോയി, എന്തുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും മാറി നിന്നു. ഇത്രയും വലിയൊരു തീരുമാനം എല്ലാവരെയും, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അഫക്റ്റ് ചെയ്യുന്ന നിയമത്തിനെക്കുറിച്ച് അവിടെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ മാറി നിൽക്കേണ്ടി വന്നു എന്ന സാഹചര്യത്തെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ വിവരിച്ചു കൊടുക്കേണ്ട കടമ പ്രിയങ്കയ്ക്കുണ്ട്. ഏതെങ്കിലും മാധ്യമത്തിൽ മോള് വായിച്ചോ? അവരെവിടെയുണ്ട് ഇപ്പോൾ ഒന്ന്? ഇല്ല. ഏതെങ്കിലും ന്യൂസ് ചാനലിൽ കണ്ടോ? അവരൊരു ന്യൂസ് ചാനലിൽ വന്നോ? അല്ലെങ്കിൽ അവർ പോകുന്നതിന് മുമ്പ് ന്യൂസ് ചാനലിനെ കണ്ടിട്ട് പോയാലോ, എനിക്കിങ്ങനെ അത്യാവശ്യമായിട്ട് പോകണം, പക്ഷെ ഇതാണ് എൻ്റെ അഭിപ്രായം, ഇതാണ് എൻ്റെ അഭിപ്രായം, എനിക്ക് പോകണം. ആ പോകണം എന്ന് പറഞ്ഞത് തന്നെ തെറ്റ്. അവരുടെ ഓപ്പറേഷനല്ല. അവരുടെ ഓപ്പറേഷനാണെങ്കിൽ നമുക്ക് പറയാൻ മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്ന്. വേറെ ഏതോ ഒരു അടുത്ത പേര് പറയാത്ത അടുത്ത ബന്ധുവിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് 6-8 മണിക്കൂർ മാറിപ്പോകുന്നൊരു പ്ലെയിനിൽ ഇവർക്ക് ടിക്കറ്റ് എടുക്കില്ല. അവർക്ക് അത്രയ്ക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആ ഒരു 60,000 70,000 രൂപ പോയി. അത് കോൺഗ്രസ്സുകാർ കൊടുക്കൂലേ? പറഞ്ഞാൽ വയനാട്ടിൽ നിന്നുള്ള ആൾക്കാർ 70,000 രൂപ കൊടുക്കൂലേ? അപ്പോൾ ഇതിൻ്റെ പുറകിലും എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. എന്തോ കാരണത്താൽ ചേട്ടനും അനിയത്തിക്കും ജനങ്ങളെ ഈ പ്രശ്നത്തിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒരാൾ മിണ്ടാണ്ട് മൗനി ബാബയായതും മറ്റേയാൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് പോയതും. ഇതുവരെ തിരിച്ച് വന്നിട്ടുമില്ല.